നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തീർന്ന ഭാഗത്തു നിന്ന് നമുക്കിന്ന് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയ ഭാഗം ഓർമ്മയുണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യത്വം സ്വീകരിച്ച് സമസ്ത വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവ് നേടിയ വിവേകാനന്ദൻ കുട്ടിക്കാലം മുതൽ ദീനാനുകമ്പയും ഭൂതദയയും പുലർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നാലും വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് സമസ്ത വിഷയങ്ങളിലും, സമസ്തം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും ആഴത്തിലുള്ള അറിവ് നേടിയ വിവേകാനന്ദൻ കുട്ടിക്കാലം മുതൽ ദീനാനുകമ്പയും ദുഃഖം അനുഭവിക്കുന്നവരോട് ഭയങ്കര ദയയും, ഭൂതദയ, ജീവജാലങ്ങളോട് എല്ലാത്തിനോടും ദയയും, സങ്കടം അനുഭവിക്കുന്ന ആരോടും പ്രത്യേകിച്ച് എല്ലാ ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് ദയ ഉള്ള വ്യക്തിയായിരുന്നു. ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ജാതിക്കും മതത്തിനും അതീതമായി, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. ജാതിയെയും മതത്തിനെയും അല്ല സ്നേഹിക്കേണ്ടത്, അതിനും അപ്പുറം മനുഷ്യനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. മനുഷ്യന് ജാതിയും മതങ്ങളും ഒക്കെ ഈശ്വരൻ കൊടുത്തതാണോ? അല്ലല്ലോ. മനുഷ്യന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ ജാതിയും മതവും ഒക്കെ. ഈശ്വരൻ മനുഷ്യനെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ദൈവം ഒരേ തരത്തിലാണ് ദൈവം അവരെ കാണുന്നത്. മനുഷ്യർക്കാണ് ഈ വേർതിരിവെല്ലാം. അപ്പോൾ വിവേകാനന്ദൻ ഇവരെ ഉദ്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഉപദേശിച്ചു, അറിയിച്ചു, ഉദ്ഘോഷിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. എന്താ ഉദ്ഘോഷിച്ചത്? ജാതിക്കും മതത്തിനും അതീതമായി, അതിനപ്പുറമായി എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണാനും സ്നേഹിക്കാനുമാണ് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത്. അതൊരു ചോദ്യത്തിൻ്റെ ഉത്തരവുമാണ് കേട്ടോ. അദ്ദേഹം ജനങ്ങളെ എന്താണ് ഉദ്ബോധിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എന്തു പറയും? ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനുമാണ് വിവേകാനന്ദൻ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചത് എന്നാണ് ആൻസർ എഴുതേണ്ടത്. ഇനി സ്വാമി ഒരിക്കൽ പറഞ്ഞു, പോരാട്ടം ഒരിക്കലും ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുകയില്ല. അതായത് പോരാട്ടം, യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക്, ഇതൊക്കെ ആർക്കെങ്കിലും എന്നെങ്കിലും നന്മ നൽകുമോ? ഇല്ല. ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. യുദ്ധം അതെവിടെയായാലും, ആരായാലും, ആര് തമ്മിലായാലും അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ദുഃഖമായിരിക്കും. യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ദുഃഖമായിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കീറിയും തല്ലിയും കൊല്ലാതെ മുന്നോട്ട് പോവുക. ശത്രുവിനെ പോലും സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, പരസ്പരം ഭിന്നിച്ച് വേർതിരിഞ്ഞ് നിൽക്കലല്ല. ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. നമുക്ക് ജീവിതത്തിൽ എന്താണ് ആവശ്യം? ഐക്യമാണ് ആവശ്യം, ശാന്തിയാണ് ആവശ്യം, സമാധാനമാണ് ആവശ്യം. സമാധാനം ഉണ്ട് എങ്കിൽ മാത്രമേ ജീവിതം സുഖമാവുകയുള്ളൂ അല്ലേ? അതിന് എല്ലാവരും ഒരുപോലെ ഒരുമയോടുകൂടി നിൽക്കണം. ഐകമത്യം മഹാബലം എന്ന് കേട്ടിട്ടില്ലേ? ഒരുമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിയും ഉണ്ടാവുകയുള്ളൂ. ഇതിനെയൊക്കെ കുറിച്ച് പല കഥകളും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ഒരു ചുള്ളിക്കമ്പ്, ഒരു വിറക് കമ്പ് എടുത്ത് ഒറ്റയ്ക്കൊടിച്ചാൽ അത് എളുപ്പമൊടിയും. പക്ഷേ ഒരു കൂട്ടം കമ്പുകൾ അതുപോലത്തെ ഒന്നിച്ച് കെട്ടിയിട്ട് ഒന്നൊടിച്ച് നോക്ക്, എളുപ്പം ഒടിയുമോ? ഇല്ല. അപ്പോൾ ശക്തി വേണമെങ്കിൽ ഒന്നിച്ച് നിൽക്കണം. ഒന്നിച്ച് നിന്നപ്പം ആ വിറക് കെട്ടൊടിക്കാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുഭവമാകും. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ശത്രു നമ്മളെ പെട്ടെന്ന് നശിപ്പിക്കും. അതേസമയം നമ്മൾ കൂട്ടായിട്ട് നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മളെങ്കിൽ നമ്മളെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ്.
ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. അങ്ങനെ ഐക്യമുണ്ട് എങ്കിൽ തന്നെ ശാന്തി അതിൻ്റെ കൂടെ ഉണ്ടായിക്കൊള്ളും. സമാധാനം, അതാണ് ശാന്തി, അതിനോടൊപ്പം തന്നെ ഉണ്ടായിക്കൊള്ളും. ഇന്നും എന്നും ആ വാക്കുകൾ പ്രകാശിച്ചു നിൽക്കും. അപ്പോൾ വിവേകാനന്ദൻ്റെ ഈ വാക്കുകൾ എന്നും പ്രകാശിച്ചു നിൽക്കും. ഏതാണ് ആ വാക്കുകൾ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? പോരാട്ടം ഒരിക്കലും ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുകയില്ല. ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. അത്രയും കണ്ടോ ഇൻവെർട്ടർ കോമായി കിടക്കുന്നത്? അത് വിവേകാനന്ദൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇൻവെർട്ടർ കോമയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും എന്നും ആ വാക്കുകൾ പ്രകാശിച്ചു നിൽക്കും. ഏതാണ് ആ വാക്കുകളെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്തെഴുതും? പോരാട്ടം ഒരിക്കലും ജനങ്ങൾക്ക് ഐശ്വര്യം നൽകുകയില്ല. ഇല്ലായ്മ ചെയ്യാൻ മുതിരാതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഭിന്നിപ്പല്ല, ഐക്യവും ശാന്തിയുമാണ് ആവശ്യം. ഇതാണ് ആ വാക്കുകൾ കേട്ടോ. എന്നുമെന്നും പ്രകാശിച്ചു നിൽക്കുന്ന ആ വാക്കുകളാണ് ഈ പറഞ്ഞത്. അപ്പോൾ പാഠം നന്നായി മനസ്സിലായോ? വീട്ടിൽ ചെന്നല്ല നല്ലോണം വായിക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. എഴുതി പഠിച്ചോ? എഴുതിയൊക്കെ പഠിക്കണം കേട്ടോ. ടെസ്റ്റ് പേപ്പർ ഇടും. ഇതിൻ്റെ തൊട്ട് പുറകെ ഇനി ഒരു ടെസ്റ്റ് പേപ്പർ വരുന്നുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ അങ്ങോട്ട് തരും. നന്നായിട്ട് പഠിച്ചിട്ട് നമ്മൾ നിർദ്ദേശിക്കുന്നയാളുടെ അടുത്ത് ഇരുന്നോ, പേരൻസിൻ്റെ അടുത്തിരുന്നോ, എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് നിർദ്ദേശം തരാം. അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഏതായാലും ഉണ്ട്. എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള സംവിധാനം നമ്മൾ പിന്നാലെ പറയാം. അപ്പോൾ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് കരുതി തന്നെ പഠിച്ചുകൊള്ളണം കേട്ടോ. പാഠം ഇനി വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച് നിർത്തിയതല്ലേ. എങ്കിൽ നമുക്കിതിലെ പഠന പ്രവർത്തനങ്ങളൊന്ന് നോക്കാമേ. പഠന പ്രവർത്തനം പുസ്തകത്തിൽ ഉള്ള പഠന പ്രവർത്തനമാണ് ഇപ്പോഴീ കാണുന്നത്. കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നൊക്കെ നിങ്ങൾക്ക് അർത്ഥം തന്നു. എന്നാലും ഈ പഠന പ്രവർത്തനങ്ങളിൽ കിടക്കുന്ന വാക്കുകൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കെല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടിയല്ലോ. ടെക്സ്റ്റ് കിട്ടിയെങ്കിൽ ആ പഠന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പ്ലേസിൽ പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ, തെറ്റില്ലാതെ എഴുതാമെന്നുണ്ടെങ്കിൽ പേന കൊണ്ട് എഴുതിക്കോ. ഇത് നോക്കി വേണമെങ്കിൽ അങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഇനി പെൻസിൽ കൊണ്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. വിളംബരം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക. പിന്നെ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ രൂപത്തിൽ മുന്നിൽ വരിക. ഒരാൾ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ വ്യക്തമായി നമുക്ക് കാണാവുന്ന രൂപത്തിൽ നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഇനി പ്രസരിപ്പിക്കുക എന്ന് പറഞ്ഞാലോ? പ്രസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. ഇത് നോക്കി നിങ്ങൾ എഴുതിയെടുത്തോളണം കേട്ടോ. ഉദ്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക എന്നോ അറിയിക്കുക എന്നോ, പിന്നെ ഉദ്ഘോഷിക്കുക അത് വേണ്ട. ഇത് രണ്ടല്ലേ എളുപ്പമുള്ളത്. നിങ്ങൾ ആ വാക്ക് പഠിക്കുക. ഉപദേശിക്കുക അല്ലെങ്കിൽ അറിയിക്കുക. ഇത്രയും അർത്ഥം പഠിക്കണം കേട്ടോ. ഈ പഠന പ്രവർത്തനങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു പതിവുണ്ടേ. അതുകൊണ്ടാണ് കൂടുതലും പഠന പ്രവർത്തനങ്ങൾ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിന് സംശയമൊന്നും ഇല്ലല്ലോ. ഇത് നോക്കി എഴുതിയെടുത്തോളണം. അടുത്തത് ചേർത്തെഴുതുക. ചേർത്തെഴുതുക എന്നുള്ളത് പിരിച്ചെഴുതിയിരിക്കുന്നതാണല്ലോ. ഭിന്നിപ്പ് അധികം അല്ല. എങ്ങനെ ചേർത്തെഴുതാം? ഭിന്നിപ്പല്ല. ഇരിപ്പിടം അധികം ഇൽ, ഇരിപ്പിടത്തിൽ. കണ്ടോ? ഇരിപ്പിടം അധികം ഇൽ, ഇരിപ്പിടത്തിൽ. ഇത്ര അധികം ഒക്കെ, ഇത്രയൊക്കെ. വ്യത്യാസം കണ്ടോ? ഇത്ര അധികമൊക്കെ ചേർത്തെഴുതിയപ്പം ഇത്രയൊക്കെ. ഇത് ഒരു 5 പ്രാവശ്യം വെച്ച് ഓരോ വാക്കുകളും നിങ്ങൾ എഴുതി പഠിക്കണേ. തെറ്റില്ലാതെ ഇപ്പോൾ മുതൽ എഴുതിയാലേ ഒരു 7-8 ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഈ പിരിച്ചെഴുതി ഇതിനകത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിൻ്റെ സന്ധി എന്ന് പറയുന്ന വ്യാകരണ കാര്യമൊക്കെ കണ്ടെത്തണം. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വൃത്തിയായിട്ട് തെറ്റില്ലാതെ പിരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം ഭംഗിയായി നിങ്ങൾ ചെയ്യണം. ഇത്ര അധികമൊക്കെ, ഇത്രയൊക്കെ. ഒന്നും അധികം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നും അധികം ഇല്ല എന്നുള്ളത് ചേർത്തെഴുതിയാൽ ഒന്നുമില്ല. ഇത് പുസ്തകത്തിലുള്ളത് തന്നെയാണ്. നിങ്ങളിത് പുസ്തകത്തിൽ എഴുതി വയ്ക്കണം കേട്ടോ. ഇനി പൊരുൾ വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന കാര്യത്തിൻ്റെ ആശയം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന്. ഒരു വരം ലഭിച്ച ആനന്ദത്തോടെ അയാൾ വെള്ളത്തിന് പോയി.
നമ്മൾ കണ്ടതല്ലേ ആ പാഠഭാഗത്തിൽ ഒരു സ്റ്റേഷൻ മാസ്റ്ററോട് വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓടിയ ഓട്ടം വെള്ളം എടുക്കാൻ പോയപ്പോൾ ആ സന്തോഷം, അദ്ദേഹത്തിൻ്റെ ആ സന്തോഷവും സംതൃപ്തിയും എല്ലാമാണ് അവിടെ തെളിയുന്നത്. അത് വെള്ളമെടുക്കാൻ പോയപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആനന്ദം? ഒരു വരം, ഒരു അനുഗ്രഹം ലഭിച്ച അത്ര സന്തോഷം. താൻ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തി തന്നോട് ഇത്തിരി വെള്ളം ചോദിച്ചപ്പോൾ ഉണ്ടായ അന്നേരത്തെ ആ വികാരം അതെന്തായിരുന്നു, അതിൻ്റെ പൊരുൾ, അതിൻ്റെ ആശയം എന്താണ്, ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്നുള്ളതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കോണേ. വരം ലഭിക്കുക. ഇത് കാണാതെ പഠിക്കാനല്ല ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നിങ്ങളത് ഉൾക്കൊണ്ടാൽ മതി. അനുഗ്രഹം ലഭിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരാളിൽ നിന്നും ആ വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു സേവനം ചെയ്യാൻ അവസരം ലഭിച്ചാൽ, ഞാനന്ന് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതല്ലേ, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു ഫിലിം സ്റ്റാർ യാദൃശ്ചികമായി നമ്മൾ കണ്ടുമുട്ടുക, നമ്മളോട് അദ്ദേഹം ഒരു ഹെൽപ്പ് ചോദിക്കുക, അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഒരു വരം ലഭിച്ച സന്തോഷമല്ലേ നമുക്ക് ലഭിക്കുന്നത്. അത് തന്നെയാണിത് കേട്ടോ. അല്ലാതെ ഇത്രയും ചേർത്ത് വാക്യത്തിൽ ഒരുപാട് എഴുതാനൊന്നും വരില്ല. എന്നാലും കാര്യം മനസ്സിലാക്കി വെക്കണം. വേണമെങ്കിൽ ഒരു വാക്യത്തിൽ പ്രയോഗിച്ചാൽ ചോദിച്ചാൽ പോലും നമുക്ക് പറയാമല്ലോ, വിവേകാനന്ദൻ സ്റ്റേഷൻ മാസ്റ്ററോട് വെള്ളം ചോദിച്ചപ്പോൾ ഒരു വരം ലഭിച്ച ആനന്ദത്തോടെ അദ്ദേഹം വെള്ളം എടുത്തു കൊടുത്തു എന്ന് പറയാം. സെൻറ്റൻസ് മേക്കിങ്ങിന് ചോദിച്ചാൽ കേട്ടോ. എന്തായാലും ആശയം മനസ്സിലാക്കി വെക്ക്. സ്റ്റേഷൻ മാസ്റ്റർക്ക് സ്വാമി വിവേകാനന്ദനോട് കടുത്ത ആരാധനയാണ്. ആ സ്വാമിജിക്ക് വെള്ളം നൽകാൻ ലഭിച്ച അവസരം ഒരു വരലബ്ധിയായി സ്റ്റേഷൻ മാസ്റ്റർ കരുതി. അപ്പോൾ അതിൻ്റെ പൊരുൾ എന്താണ്? അനുഗ്രഹം ലഭിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിച്ചപ്പോൾ അത് എടുത്തു കൊടുക്കാനുള്ള മനസ്സിൻ്റെ ആ സന്തോഷവും സംതൃപ്തിയും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊരുൾ എഴുതുക എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് വരാറില്ല. അഥവാ വന്നാലും വരം ലഭിക്കുക എന്ന് ചോദിച്ച് വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എഴുതാൻ ആ പുസ്തകം വായിച്ചാൽ മതി. ധാരാളമായിട്ട് അതിൽ നിന്ന് കിട്ടും. ഇവിടെ ഞാൻ ഏത് സെൻറ്റൻസാണ് പറഞ്ഞ പുസ്തകത്തിൽ നിന്നുള്ളത് തന്നെ പറയാമല്ലോ. സ്റ്റേഷൻ മാസ്റ്ററോട് വിവേകാനന്ദൻ കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു വരം ലഭിച്ച സന്തോഷത്തോടെ അദ്ദേഹം വെള്ളം എടുത്തു കൊടുത്തു. അങ്ങനെ സെൻറ്റൻസ് പറയണം കേട്ടോ. അത് തന്നെത്താനെ ഒന്ന് എഴുതിയും കൂടി നോക്കിക്കൊള്ളൂ. അത്രയും വർക്കൊക്കെ തനിയെ ചെയ്യണം. തനിയെ കൂടി കുറച്ച് വർക്ക് ചെയ്താലേ പഠനം പൂർണ്ണമാവുകയുള്ളൂ കേട്ടോ. ഈ പറയുന്നത് തന്നെ പഠിച്ചാൽ പോരാ. അടുത്തത്, സന്യാസി നനുത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. നനുത്ത പുഞ്ചിരി. ഈ വാക്യത്തിലെ നനുത്ത പുഞ്ചിരി എന്നിടത്ത് സ്വാമിജിയുടെ വദനത്തിൽ വിരിഞ്ഞ അവഗണന സ്പഷ്ടമാണ്. ഈ ഇംഗ്ലീഷുകാരായ യുവാക്കൾ ഭാരതീയ ആചാര്യന്മാരെയാണ് കളിയാക്കിയത്. എന്നാൽ യുവാക്കളെ, നിങ്ങൾ സത്യം അറിയാതെയാണ് ആചാര്യന്മാരെ അവഹേളിക്കുന്നത് എന്ന സൂചന ആ പുഞ്ചിരിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമിമാരെ കളിയാക്കിയ യുവാക്കളോട് ഒരു നനുത്ത പുഞ്ചിരിയോടെ, അതായത് വിവേകാനന്ദൻ ഇംഗ്ലീഷ് അറിയാമായിരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തന്നെ നാണം കെട്ടുപോയി. അതിനുശേഷം അദ്ദേഹത്തോട് ചില കുശലമൊക്കെ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു നനുത്ത പുഞ്ചിരിയോടുകൂടിയാണ് പറഞ്ഞത്. അതായത് ഇംഗ്ലീഷ് യുവാക്കളോട് എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത്? നിങ്ങൾ കളിയാക്കിയ ഭാരതീയ ആചാര്യന്മാരെയാണ്. അവരുടെ വലിപ്പം ഒന്നും അറിയത്തില്ല, അവരുടെ മഹത്വം അറിയാതെയാണ് നിങ്ങളവരെ അവഹേളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് സന്തോഷമല്ല, ഒരു പുച്ഛം, അവഗണന കേട്ടോ, അവഹേളനം ഒക്കെ ഉണ്ടായിരുന്നു. നനുത്ത പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ചെറിയ പുഞ്ചിരി എന്നേ അർത്ഥമുള്ളൂ. ഇംഗ്ലീഷുകാരായ യുവാക്കളോട് സംസാരിച്ച വിവേകാനന്ദൻ്റെ ചുണ്ടിൽ നനുത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു എന്ന് എഴുതിയാലും വാക്യത്തിൽ പ്രയോഗിക്കണമെങ്കിൽ അതാകും. ഇംഗ്ലീഷുകാരായ യുവാക്കളോട് സംസാരിച്ച വിവേകാനന്ദൻ്റെ ചുണ്ടിൽ നനുത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞാലും ഒരു സെൻറ്റൻസ് ആകും കേട്ടോ. അപ്പോൾ അത് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിങ്ങനെ വിശാലമായിട്ട് തന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പാഠഭാഗത്ത് ഉള്ളത് അർത്ഥവ്യത്യാസം എഴുതുക. കുറേ യുവാക്കൾ തമാശകൾ പൊട്ടിക്കുകയായിരുന്നു. പിന്നെ
ഈ പൊട്ടിക്കുകയ്ക്ക് തന്നെ പല പല അർത്ഥമുണ്ടല്ലേ. തമാശ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തമാശ ഉറക്കെ പറയുക. അതേപോലെ ഉപയോഗമില്ലാത്ത കുപ്പികൾ പൊട്ടിക്കുക, അങ്ങനെ കുപ്പികൾ പൊട്ടിക്കുക, അവിടെയും പൊട്ടിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കുപ്പികൾ ഉടയ്ക്കുക, പൊട്ടിച്ച് കളയുക എന്നുള്ള അർത്ഥമാണ്. രാമു അവനെ 2 പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ തല്ലുക എന്ന ആണ് അർത്ഥം കേട്ടോ. അപ്പോൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക തന്നെ പല രീതിയിൽ ചേർക്കാം. തമാശ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തമാശ പറയുക, കുപ്പി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുപ്പി ഉടച്ച് കളയുക. രാമു അവനെ 2 പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ തല്ലുക എന്നാണ് അർത്ഥം. മനസ്സിലായോ? തമാശ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ അങ്ങനെയാണ്, കുറേ യുവാക്കൾ തമാശകൾ പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ തമാശകൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തമാശ ഉറക്കെ പറഞ്ഞു. ഉപയോഗമില്ലാത്ത കുപ്പികൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ കുപ്പികൾ ഉടച്ച് കളഞ്ഞു. അത് 2 പുസ്തകത്തിൽ ഉള്ളൂ. മനസ്സിലായോ? പൊട്ടിക്കുക എന്നത് പലതരത്തിൽ വേണമെങ്കിലും പ്രയോഗിക്കാം. അപ്പോൾ ഈ 2 തരത്തിൽ പൊട്ടിക്കുക പ്രയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. മൂന്നാമതൊന്നുകൂടി ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. രാമു അവനെ 2 പൊട്ടിച്ചു എന്ന്. ആ പൊട്ടിക്കുകയുടെ അർത്ഥം 2 തല്ലുക എന്നും കൂടിയാണ് കേട്ടോ. അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കുക. ഗതികേട്, ഗതിമുട്ടി, ഗതിമാറിപ്പോവുക, ഗതി പിടിക്കുക. ഈ വാക്കുകളുടെ അർത്ഥം വ്യക്തമാക്കത്തക്കവണ്ണം വാക്യത്തിൽ പ്രയോഗിക്കുക. അതാണ് പുസ്തകത്തിലെ ചോദ്യം. അപ്പോൾ ഗതികേട്, ഗതികേട്, ഒരാളുടെ ഗതികേടിൽ എന്തെല്ലാം സംഭവിക്കില്ലേ? നിവൃത്തികേട് നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ്. ഗതിമുട്ടി എന്ന് പറഞ്ഞാലോ മാർഗം, വഴിമുട്ടി പോവുക. ഗതി മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതിൽ നിന്നും വഴി തിരിഞ്ഞു പോവുക. ഗതി പിടിക്കുക എന്ന് ഞാൻ രക്ഷപ്പെട്ടു, അവനിപ്പോൾ ഗതി പിടിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇനി ഈ വാക്കുകളുടെ അർത്ഥം വ്യക്തമാക്കത്തക്കവണ്ണം വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പോൾ നിങ്ങളിത് എഴുതിയെടുത്തോണേ. ഗതികേട്, രഘു ഗതികേട് കൊണ്ടാണ് അവന് പണം കൊടുക്കാതിരുന്നത്. നിവൃത്തികേട് കൊണ്ടാണെന്ന്. ഗതിമുട്ടി എന്നുള്ളത് ഭർത്താവിൻ്റെ മദ്യപാനം കാരണം ഭാര്യയുടെ ജീവിതം ഗതിമുട്ടി. ഇനി ഗതി മാറിപ്പോൾ, എല്ലാം ഗതിയാണ്, പക്ഷേ പ്രയോഗിക്കുന്ന സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറുമേ. ഗതി മാറിപ്പോവുക, ശരിയായ ദിശ നിർണ്ണയിക്കാനാവാതെ വരുമ്പോൾ കപ്പൽ ഗതി മാറിപ്പോവുക സ്വാഭാവികമാണ്. വഴി മാറിപ്പോവുക എന്നാണ് അവിടെ അർത്ഥം. ഇനി പഠിത്തത്തിൽ ഗതി മാറിപ്പോയ മകൻ അച്ഛൻ്റെ സ്നേഹത്തോടെയുള്ള നിർദ്ദേശം അനുസരിച്ച് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൽ പഠിക്കാൻ പോയ കുട്ടി ആ സ്വഭാവമൊക്കെ മാറിയിട്ട് പഠനത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് കുറച്ച് ഉഴപ്പന്മാരോടൊപ്പം പോയി എന്ന് വിചാരിക്കുക. അവനെ അച്ഛൻ ഉപദേശിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ സ്നേഹത്തോടെ തിരിച്ചു വിളിച്ചപ്പോൾ അവൻ തിരിച്ചു വന്ന് പഠനം തുടങ്ങി എന്നാണ് അർത്ഥം. ഇനി ഗതി പിടിക്കുക എന്ന് പറഞ്ഞാലോ, കഠിനാധ്വാനം കൊണ്ട് അപ്പുവിൻ്റെ ജീവിതം ഗതി പിടിച്ചു എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അവൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയെടുത്തു. ഗതി പിടിച്ചു, രക്ഷപ്പെട്ടു. നമ്മൾ പറയുമല്ലോ, തീരെ ബുദ്ധിമുട്ടായിരുന്ന ആളുകൾ ഒരുവിധമൊക്കെ ജീവിതമാർഗമൊക്കെ ഉണ്ടായിക്കഴിയുമ്പം പറയുന്നതാണ് ഗതി പിടിച്ചു. അപ്പോൾ ഗതികേടെന്ന് പറഞ്ഞാൽ എന്നാ? നിവൃത്തികേട്. ഗതിമുട്ടി എന്ന് പറഞ്ഞാലോ വേറൊരു മാർഗമില്ലാതായി, മുന്നോട്ട് പോകാൻ മാർഗമില്ല. ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് ഭാര്യയുടെ ജീവിതം ഗതിമുട്ടി, മുന്നോട്ട് ജീവിക്കാൻ പറ്റാതായി. ഗതി മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ വഴി മാറിപ്പോവുക എന്നാണ്. അപ്പോൾ ശരിയായ ദിശ നിർണ്ണയിക്കാനാവാതെ വരുമ്പോൾ കപ്പൽ ഗതി മാറിപ്പോകുന്നത് സ്വാഭാവികമാണ്. ഇനി പഠിത്തത്തിൽ അത് വേറൊരു ഉദാഹരണമാണ്. പഠിത്തത്തിൽ ഗതി മാറിപ്പോയ മകൻ അച്ഛൻ്റെ സ്നേഹത്തോടെയുള്ള നിർദ്ദേശം അനുസരിച്ച് തിരിച്ചു വന്നു. ഇത് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കും. അതുകൊണ്ട് ഓരോന്ന് വീതം പഠിച്ചോളണം. ഗതികേട്, ഗതിമുട്ടി, ഗതി മാറിപ്പോവുക, ഗതി പിടിക്കുക. ഗതി പിടിക്കുക എന്നുള്ളതിന് കഠിനാധ്വാനം കൊണ്ട് അപ്പുവിൻ്റെ ജീവിതം ഗതി പിടിച്ചു. അപ്പോഴിത് ഒന്ന് എഴുതിയെടുക്കുക, പഠിക്കുക കേട്ടോ. മനസ്സിലാക്കിയിട്ട് പഠിക്കണേ. ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല. ഇതേ ആശയം വരുന്നത് നിങ്ങളുടെ സ്വന്തം വാക്യത്തിൽ എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരെണ്ണം തരുന്നു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ എഴുതിയ നോട്ടിൽ വന്നിട്ടില്ല എന്ന് തോന്നിയ 2-3 പര്യായമാണ്. മടയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മണ്ടനാണല്ലേ. ആ മടയൻ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന മറ്റ് 2 പദങ്ങളും കൂടിയാണ്. മൂഢൻ എന്ന് പറഞ്ഞാലും അജ്ഞൻ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. അപ്പോൾ മടയൻ എന്ന വാക്കിൻ്റെ പര്യായം ചോദിച്ചാൽ മണ്ടൻ,
മൂഢൻ, അജ്ഞൻ എന്നൊക്കെ എഴുതാം. അതും കൂടി എഴുതിയെടുത്തുകൊള്ളണം. പിന്നെ ശിരസ്. ശിരസ് എന്നുള്ളതിന് എന്താ അർത്ഥം? തല. തല, ശീർഷം എന്നൊക്കെ അർത്ഥം കേട്ടോ. അല്ല, പര്യായം. ഒരേ അർത്ഥം വരുന്ന മറ്റു പദങ്ങൾ. ശിരസ്, തല, ശീർഷം. പിന്നെ ലോകം. ലോകം, ഉലകം, ഭുവനം. ഏതൊക്കെയാ? ഉലകം, ഭുവനം. ഇത് എളുപ്പമുള്ള 2-3 പര്യായങ്ങളാണ്. 3 പറയുന്നു. അത് നോട്ടിനകത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മടയൻ എന്ന് പറഞ്ഞാൽ മണ്ടൻ, മൂഢൻ, അജ്ഞൻ. ശിരസ്, തല, ശീർഷം. 2 പഠിച്ചാൽ മതി കേട്ടോ. ഒരെണ്ണത്തിന് 2 വെച്ച് പഠിച്ചാൽ മതി. ശിരസ്, തല, ശീർഷം. നിങ്ങൾക്ക് എളുപ്പമുള്ളത് 2. ലോകം, ഉലകം, ഭുവനം. അപ്പം ഈ 3 ആണ് പര്യായങ്ങൾ ഉള്ളത്. പിന്നെ നിങ്ങൾ ഈ വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആധ്യാത്മികാചാര്യനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യം ലോകം മുഴുവൻ, ആധ്യാത്മിക ചൈതന്യം ലോകം മുഴുവൻ പ്രസരിപ്പിച്ച സ്വാമി വിവേകാനന്ദനായിരുന്നു ആ സന്യാസി. സന്യാസി എന്നുള്ളതിൻ്റെ എതിർലിംഗം എന്താണ്? സന്യാസി എന്നുള്ളതിൻ്റെ എതിർലിംഗം സന്യാസിനി. എഴുതിയതാ, നോട്ട്ബുക്കിലുണ്ടായിരുന്നു. ഭിക്ഷു എന്നുള്ളതിൻ്റെ എതിർലിംഗം ഭിക്ഷുകി. അതേപോലെ ഉണ്ട് തേജസ്വി എന്ന വാക്കിൻ്റെ എതിർലിംഗം തേജസ്വിനി. നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം വിവേകാനന്ദൻ്റെ ജീവചരിത്രമാണ് തേജസ്വിയായ വാഗ്മി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. തേജസ്വി എന്നതിൻ്റെ എതിർലിംഗം തേജസ്വിനി. പിന്നെ അത് ഇവിടെ ഇത് നോക്കുക, ആധ്യാത്മിക ചൈതന്യം. അപ്പോൾ അവിടെ ആധ്യാത്മിക, ഈ ദായും ധായും കൂടെ ഉള്ളതിന് പകരം ധനത്തിൻ്റെ ധ മാത്രം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ആധ്യാത്മിക എന്നുള്ളതിന് ആത്മീയമായ അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ച എന്നൊക്കെയാണ് അർത്ഥം. ആധ്യാത്മിക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ആത്മീയമായ അല്ലെങ്കിൽ പരമാത്മാവിനെ സംബന്ധിച്ച. ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ, അതിനാണ്. എന്നാൽ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയുള്ളത് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തന്നിൽ നിന്നുള്ള ദുഃഖം എന്നാണ് അർത്ഥം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അർത്ഥത്തിന് നല്ല വ്യത്യാസമുണ്ട്. അതായത് ഈ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ 3 തരം ദുഃഖങ്ങളെപ്പറ്റി, താപത്രയം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ്, അതിൽ തന്നിൽ നിന്ന് തന്നെയുള്ള ദുഃഖത്തെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ പറ്റിയുള്ളതെന്ന് നിങ്ങൾ പറഞ്ഞാലും മതി. ആധ്യാത്മിക എന്ന് പറഞ്ഞാൽ ആത്മീയമായ, ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയുള്ളത് അല്ലെങ്കിൽ തന്നിൽ നിന്നുള്ള ദുഃഖം. ഏതെങ്കിലും ഒരു വാക്ക് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടുള്ള അർത്ഥങ്ങൾ. പിന്നെ ഈ പാഠത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് നോക്കി. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ലഘു വിവരണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വിവേകാനന്ദൻ്റെ ബാല്യകാലത്തിലെ ഒരു സംഭവം അന്വേഷിച്ചെഴുതുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കത്തെഴുതുക എന്നൊരു പാഠം പുസ്തകത്തിലുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം, തേജസ്വിയായ വാഗ്മി. അവിടെയാണ് ഞാൻ പറഞ്ഞത് തേജസ്വി എന്ന വാക്കിൻ്റെ എതിർലിംഗം തേജസ്വിനി എന്നാണ്. തേജസ്വിയായ വാഗ്മി ഒരു കോപ്പി അയച്ചു തരണം എന്നാവശ്യപ്പെട്ട് പ്രസാധകരായ H&C പബ്ലിഷിംഗ് ഹൗസിന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ കത്ത് തയ്യാറാക്കാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് സാരമില്ല. നമ്മളിപ്പം ഒരു മോഡൽ, ഒരു കത്ത്, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ടൊരു കത്ത് നിങ്ങൾക്ക് തരും. അതങ്ങ് പഠിച്ചോണം. അതിലെഴുതിയിരിക്കുന്ന ആ മോഡലിൽ തന്നെ വേറൊരു വിഷയം വന്നാലും വേറൊരു ക്വസ്റ്റ്യൻ വന്നാലും ഒക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കത്ത് എല്ലാം എഴുതുന്ന എല്ലാത്തിനും ഒരു ഫോർമാറ്റുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കത്തങ്ങ് പഠിക്കുക. ശേഷം മുന്നോട്ടുള്ള പാഠങ്ങളിൽ വരുമ്പം കൂടുതൽ എഴുതേണ്ടി വരികയാണെങ്കിൽ അന്നേരം അതും പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കത്ത് അതിൻ്റെ ആ ഫോർമാറ്റൊന്നും തെറ്റാതെ തന്നെ, അതിൻ്റെ ഫോർമാറ്റെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എഴുതുമ്പോൾ ഒരു കത്ത് എഴുതുമ്പം ചില കാര്യങ്ങളൊക്കെ അറിയണ്ടേ. ചുമ്മാ അങ്ങ് എഴുതി പോകാൻ പറ്റുമോ നമുക്ക്?
കത്തെഴുതുമ്പം എന്താണ് എഴുതേണ്ടത്? ആദ്യം പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആളെന്നാണ് അർത്ഥം കേട്ടോ. പ്രേക്ഷകൻ എഴുതണം. പേര്, വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, ജില്ല, പിൻകോഡ് അത്രയും എഴുതണം. പിന്നെ സ്വീകർത്താവ്, നമ്മളൊരു എഴുതുമ്പോൾ അത് ആർക്കാണോ കിട്ടേണ്ടത് അതാണ്, ആ കിട്ടുന്ന ആളെയാണ് സ്വീകർത്താവ് എന്ന് വെക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ H&C പബ്ലിഷിംഗ് ഹൗസിനാണ് കത്തയക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാനേജരാണ് നമ്മുടെ സ്വീകർത്താവ്. അപ്പോൾ മാനേജർ H&C പബ്ലിഷിംഗ് ഹൗസ് തൃശ്ശൂർ എന്ന് വെക്കുക. പിന്നെ സംബോധന വേണ്ടേ കത്തിന്? അപ്പോൾ ഒരു ബഹുമാന സൂചകമായിട്ട് എന്ത് വയ്ക്കാം? മാനേജർക്കാണ് കത്ത് സർ എന്ന് വയ്ക്കാം. പിന്നെ വയ്ക്കേണ്ടത് നമുക്കെന്താ ആവശ്യം? ഒരു പുസ്തകമല്ലേ. അപ്പം നമ്മളിങ്ങനെ വെക്കാം: എനിക്ക് താങ്കളുടെ സ്ഥാപനം പ്രസിദ്ധീകരിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം തേജസ്വിയായ വാഗ്മി അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുസ്തകത്തിൻ്റെ വിലയായ അതെത്ര രൂപയാണെങ്കിലും അതിപ്പോൾ 60 70 80 എത്ര എഴുതിയാലും കുഴപ്പമില്ല. അത്രയും തപാൽ ചാർജ് ഉൾപ്പെടെ. നമ്മൾ പോസ്റ്റിലാണ് അയക്കുന്നതെങ്കിലേ പോസ്റ്റിൽ നിന്ന് തിരിച്ച് നമുക്ക് കിട്ടേണ്ട ഈ പുസ്തകം ഇങ്ങോട്ട് വരുമ്പോൾ അതിന് സ്റ്റാമ്പിൻ്റെയൊക്കെ ചിലവുണ്ട്. അപ്പോൾ അതിന് തപാൽ ചാർജ് അതുണ്ട്. അതുൾപ്പെടെ ഇപ്പോൾ 60 രൂപയുടെ പുസ്തകമാണെങ്കിൽ 80 രൂപ ഏകദേശം നമ്മൾ അയച്ചു കൊടുക്കും. അതിൻ്റെ DD എടുത്തിട്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്തിട്ട് അതാണ് അയക്കുന്നത്. അപ്പോൾ മടക്കത്തപാലിൽ തന്നെ പുസ്തകം അയക്കും. അപ്പം നമ്മളതിനകത്ത് നമ്മുടെ പേരെഴുതിയ കവറും ഒക്കെ വെച്ചിട്ടാണ് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വയ്ക്കും. അത് തിരിച്ചു വരും. അപ്പോൾ ഈ വിവരമൊക്കെ കാണിച്ചുകൊണ്ടാണ് കത്തെഴുതേണ്ടത്. അങ്ങനെ ഒരു കത്തിനകത്ത് മോഡൽ എഴുതിയിടുന്നുണ്ട് നോട്ടിൻ്റെ കൂടെ. അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് പഠിക്കണം കേട്ടോ. പിന്നെ പുസ്തകത്തിലുള്ളത് ലഘുവിവരണം തയ്യാറാക്കുക. ലഘുവിവരണം തയ്യാറാക്കുക എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവനെ എല്ലാവർക്കും അറിയാം അല്ലേ? ശ്രീനാരായണ ഗുരുദേവനെ ഒരു ആധ്യാത്മിക ആചാര്യനാണെന്നറിയാമല്ലോ. അറിയാം. പിന്നെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പണ്ട് നമുക്ക് ഒരുപാട് ജാതീയമായ അസമത്വവും കാര്യമൊക്കെ നിലനിന്നിരുന്ന കാലത്ത് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചതും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതായത് ജാതി ചിന്തകളൊക്കെ വെടിഞ്ഞ് മനുഷ്യരാണ് നല്ലതാവേണ്ടത് എന്നൊക്കെയുള്ള ആശയങ്ങൾ നമുക്ക് പകർന്നു തന്ന ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ ഗുരുദേവനെക്കുറിച്ച് ചെറിയ ഒരു കുറിപ്പും കൂടി നോട്ടിനോടൊപ്പം ഉണ്ടാകും. വളരെ വലുതൊന്നുമല്ല കേട്ടോ, ചെറിയ കുറിപ്പാണ്. അപ്പോൾ ആ കുറിപ്പും കൂടി നിങ്ങൾ പഠിക്കണം. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും ആധ്യാത്മിക ആചാര്യനുമായിരുന്നു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഒരു സെൻറ്റൻസായി. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു സന്യാസിയായി, വളരെ ചുരുക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ കൊച്ചു സെൻറ്റൻസ് ആക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു സന്യാസിയായി അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം 1894 അരുവിപ്പുറത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമായത് ചുരുക്കി. ഇതിൽ കൂടുതൽ അതിൽ ചുരുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP എന്ന് പറയില്ലേ, അത് സ്ഥാപിച്ചു. പിന്നെ ആചരണത്തിനെതിരെ പ്രബോധനം നടത്തി. ഈ ജാതീയമായ ചിന്തയൊക്കെ ഉണ്ടല്ലോ, വലിയ ജാതി ചെറിയ ജാതി എന്നും പറഞ്ഞുള്ള ആ ചിന്ത അതൊക്കെ മാറ്റി, അതൊക്കെ വേണ്ട. അതിൻ്റെ ആചരിക്കുന്നത് തെറ്റാണ് എന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഈ വാക്യങ്ങളും സന്ദേശങ്ങളും ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയതാണ്. ഈ കാര്യങ്ങളെല്ലാം ഉള്ള ഈ ചെറിയ കുറിപ്പുണ്ട്, ആ കുറിപ്പും നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു ഹോംവർക്കായിട്ട് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്, എളുപ്പമുള്ളതാണ്. ഇന്നും എന്നും ഈ വാക്കുകൾ പ്രകാശിച്ചു നിൽക്കും. ഏത് വാക്കുകൾ? നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇന്നും എന്നും ഈ വാക്കുകൾ പ്രകാശിച്ചു നിൽക്കും. പുസ്തകം വായിക്കണം, വായിച്ചു കഴിയുമ്പോൾ കിട്ടും. അതിൽ കിടപ്പുണ്ട്, ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞതാ, അതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് അറിയാൻ വയ്യാത്തതായിട്ടുള്ളത്? ഇനി ടീച്ചർ എല്ലാം ഒന്നുകൂടി ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടോ? വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അതിനകത്ത് വർക്കുണ്ടെങ്കിൽ അത് ഇനി അടുത്ത ദിവസം തരാം കേട്ടോ. ഇനി അറിയാൻ വയ്യാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി
ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടെസ്റ്റ് പേപ്പർ ഉണ്ട് എന്ന് കരുതി തന്നെ പഠിച്ചോളുക. ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും ഉടനെ തന്നെ. എന്തെങ്കിലും അറിയാത്തത് ഈ പാഠഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് അടുത്ത ഒരു ക്ലാസ്സും കൂടി എടുത്ത് അതും പരിഹരിച്ച് തരാം. വർക്ക് ബുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതും കൂടി അറിഞ്ഞ് അതിൽ വർക്ക് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു തരാം. വെറുതെ വർക്ക് ബുക്ക് കൈ വന്നിട്ടുണ്ട് എങ്കിലൊന്ന് നോക്കിക്കൊള്ളണേ. നിങ്ങൾക്ക് അറിയാവുന്ന വർക്കുണ്ടെങ്കിൽ തന്നെ ചെയ്തോളണം. നിങ്ങളൊരു പാഠം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പഠിച്ചു എന്ന് തെളിയിക്കും വർക്ക് ബുക്ക് ചെയ്യുന്നതിലൂടെ. വർക്ക് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ആ ഭാഗം പഠിച്ചു എന്നാണ് അർത്ഥം. അതുകൊണ്ട് മാക്സിമം ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ തനിയെ ചെയ്യിക്കും. അങ്ങനെയാണ് നോക്കുന്നത്. എന്തായാലും നമുക്ക് വേണ്ടതുപോലെ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഒരു ക്ലാസ്സും കൂടി ഈ പാഠത്തെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.